بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ വളരെ ഇഷ്ടപ്പെട്ട അവൻ്റെ അടിമകളിൽ വളരെ പ്രധാനപ്പെട്ട ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കുല്ലും ബ്രിഇം വഫദ്ലു കുല്ലും ബ്രിഇം മാ കാന യുഹ്സിനുഹു വൽ ജാഹിലൂന ലിഅഹ്ലിൽ ഇൽമി അഅദാഉ. ഒരു മനുഷ്യൻ അവൻ്റെ സ്ഥാനം എത്രയാണ് എന്നതിൻ്റെ അളവുകോല് അത് ഇൽമാണ്. ഇൽമിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം എന്നോളം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ സ്വർഗീയ ലോകത്തിൽ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ അവിടുന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ മനുഷ്യരുടെ മഹത്വം അല്ലാഹു തആല മലക്കുകൾക്ക് വിളംബരം ചെയ്യാൻ വേണ്ടി അതിന് അല്ലാഹു തആല ഹൈലൈറ്റ് ആക്കി കാണിച്ച ഒരു സംഭവമുണ്ട്. അത് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞത് ആദം വലിയ സമ്പന്നനാണ് എന്നല്ല, അല്ലെങ്കിൽ വലിയ കായിക ബലം ഉള്ളവനാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ, ഒരു സമാധാനത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോയപ്പോഴും അവിടുത്തെ ജനങ്ങളും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി തിരിച്ചു വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ കൂടെ ഒരു മലക്കുണ്ടായിരുന്നു. ആ മലക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത്, നിങ്ങൾക്കെതിരെ കല്ലേറ് നടത്തിയ, നിങ്ങളെ മനസ്സിന് വേദനിപ്പിച്ച സ്വായിഫിലെ ജനങ്ങളെ ഒന്നടക്കം ഹലാക്കാക്കാൻ വേണ്ടി പർവ്വതത്തിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമ്മതമാണെങ്കിൽ അവരെ ഒന്നടങ്കം പർവ്വതത്തിനെ മറിച്ചിട്ടുകൊണ്ട് അവരെ ഞാൻ ഹലാക്കാക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പിന്റെ അഫ്വിന്റെ സന്ദേശം നൽകുകയാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? അത്രയും ശക്തിയുള്ള മലക്കുകൾ ഉണ്ടായിരുന്നു. ഒരു മലക്കിന്റെ ഒരു ചിറകിന്റെ ഒരു അടി കൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളും മരിച്ചിടാനുള്ള ശക്തി അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എങ്കിൽ അല്ലാഹു തആല സ്വർഗീയ ലോകത്തെ ആദം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം വിളിച്ചോതാൻ വേണ്ടി അത്രയും കഴിവുള്ള മലക്കുകളോട് പറഞ്ഞ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ സുമ്മ അറദഹും അലൽ മലായിക. ആദം നബി അലൈഹിസ്സലാമിന് ഇൽമുണ്ട് എന്നുള്ളതായിരുന്നു. ഇൽമിന്റെ മഹത്വം കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യലിലൂടെ ബഹുമാനം അർപ്പിക്കണമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എങ്കിൽ എൻ്റെ ബഹുമാനമുള്ള മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴി എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർഗ്ഗത്തിന്റെ വഴിയിലാണുള്ളത്. നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, അള്ളാഹുവിന്റെ മലക്കുകൾ പ്രവേശിക്കാൻ തടസ്സമാണ് നായയുള്ള വീട്. ഒരു വീട്ടിൽ നായ ഉണ്ടായാൽ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കുകയില്ല. ഒരു വീട്ടിൽ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു പ്രതിമയോ വെച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ പ്രവേശിക്കുകയില്ല. എങ്കിൽ ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമുകൾ കടക്കേണ്ടത്. ആ ഇൽമു കടക്കുന്ന ഹൃദയത്തിൽ ഹസദ് എന്നുള്ള രോഗം, കിബ്ർ എന്നുള്ള രോഗം, ഉജ്ബ്, ഹസദ്, റിയാ പോലെയുള്ള രോഗമുണ്ടായാൽ ഒരു നായയാകുന്ന മുഗല്ലദായ നജസ്, യഥാർത്ഥത്തിൽ നായ എത്ര വലിയ മുഗല്ലദായ നജസാണെങ്കിലും അതിലും കുറെ നന്മകളുണ്ടെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അത്ര നന്മകൾ കുറച്ച് ഉണ്ടെങ്കിലും ആ നായുള്ള വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഖൽബിൽ ഹസദും ഉജ്ബും റിയാഉം ഹസദും മറ്റുള്ള തിന്മകളുണ്ടെങ്കിൽ തീർച്ചയായും തെറ്റ് ചെയ്യുന്നവന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു ഒരിക്കലും പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇൽമുകൾ ധാരാളമായി കരസ്ഥമാക്കാൻ വേണ്ടി നാം ശ്രമിക്കണം. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അമിതമായാൽ അമൃതം വിഷം, അമിതവാദരെ അമൃത വിഷ എന്ന് നാം പറയാറുണ്ട്.
എല്ലാ ആമിനിക്കും ഒരു ഖാസ് ഉണ്ടാകുന്നത് പോലെ അത് നമ്മുടെ സാധാരണ നാട്ടിലുള്ള പ്രയോഗമാണെങ്കിലും പരിശുദ്ധമായ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അമിതമാകുക എന്നുള്ളൊരു പരിപാടി തന്നെ ഇല്ല. അത് എപ്പോഴും എത്ര കൂടിയാലും ഇൽമു കൂടി എന്ന് പറയാനില്ല. അതുകൊണ്ടാണ് വഖുർ റബ്ബി സിദ്നി ഇൽമ നബി തങ്ങളോട് അല്ലാഹു തആല ഇൽമിന്റെ വർധന വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് നാം ധാരാളമായി ഇൽമു പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇൽമുകൾ നാഫി ആകണമെങ്കിൽ അതിൽ ഒന്നാമതായി വേണ്ടത് മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അദബാണ്. അവരോടുള്ള അച്ചടക്കത്തിലൂടെ പഠിക്കുമ്പോൾ ആ ഇൽമിനിക്ക് വലിയ പ്രാധാന്യമാണ്. ചിലപ്പോൾ ചിലർ പറയുന്നുണ്ട്, അവൻ തെറ്റിപ്പോകുമ്പോൾ പഠിച്ചത് ആറായി പോയിട്ട്. യഥാർത്ഥത്തിൽ പഠിച്ചത് ആറായി പോകലില്ല. പിന്നെ എങ്ങനെയാണ് ആ പഠിച്ചത് അല്ലാഹു തആല പറഞ്ഞ അദബോട് കൂടെ ആകാതിരിക്കുമ്പോൾ അവന്റെ റൂട്ട് തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മുതഅല്ലിം എന്നുള്ള തഅല്ലും എന്നുള്ള പദം തന്നെ തഫഉൽ വസനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം കഠിനാധ്വാനം ചെയ്ത് പഠിക്കുമ്പോഴാണ് ഒരുത്തൻ യഥാർത്ഥമായ മുതഅല്ലിമാകുന്നത്. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു തആല നല്ല ഇൽമു പഠിപ്പിക്കാൻ പറ്റിയ ബഹുമാനപ്പെട്ട ഖുദൂത്ത് സാദാത്ത് കുമ്പോൾ തങ്ങളുടെയും ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഒരു മുദർരിസിനെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. മുദർരിസിനെ പല ആളുകളും മദ്ഹ് പറയുന്നത് ഞാൻ കേട്ടു. എങ്കിൽ ആ ഇൽമ അത്രയും കിട്ടാനുള്ള കാരണം, ഇൽമ പഠിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇൽമ പഠിക്കാൻ പോകുമ്പോൾ, ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ റേഞ്ച് കുറച്ച് പോവാറുണ്ട്. കാരണം എന്താ, നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പടക്കും. പക്ഷെ എൻ്റെ അനുജനെ സംബന്ധിച്ചോളം ചെമ്മാടിലേക്ക് അല്ലെങ്കിൽ മർക്കസിൽ ഹിഫ്ദ് പഠിക്കുന്ന സമയത്ത് രാത്രി വ്യാഴാഴ്ച വന്നാൽ വെള്ളിയാഴ്ച മഗ്‌രിബിന് പോകുമ്പോൾ അങ്ങനത്തെ ഒരു വിഷമം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഒരു ലീവ് പോലും ഉണ്ടാക്കാതെ ഇൽമിന് വേണ്ടി മാത്രമായി ജീവിതം മാറ്റിവെച്ച് പഠിച്ചപ്പോൾ അല്ലാഹു തആല ഉമ്മയുടെയും ഉപ്പയുടെയും ഗുരുനാഥന്മാരുടെയും പൊരുത്തത്തോടു കൂടിയാണ് ഇത്രയും മുതഅല്ലിമീങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ ഒരു ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയത്. വളരെ വളരെ പ്രാധാന്യത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് മുതഅല്ലിമുകൾ കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഒരു വലിയ പ്രാസംഗികനാണ്, വലിയ ആലിമാണ്. പക്ഷെ അയാൾക്ക് അദ്ദേഹത്തിന് ഇൽമു പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു സമുദായം ഉണ്ടാകണം, അദ്ദേഹത്തിന് ശ്രോതാക്കളെ കുറിച്ച് ആളുകൾ ഉണ്ടാകണം. അതേപോലെ ഉസ്താദ് എത്ര വലിയ ഇൽമുള്ള ആളായാലും എത്ര വലിയ സ്ഥാനമുണ്ടായാലും അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ വേണം, അതിന് സൗകര്യം കൊടുക്കുന്ന നാട്ടുകാർ വേണം. ഈ ഉക്കുട എന്ന നാട്ടുകാരെ സംബന്ധിച്ച് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയില്ല. ഇത്രയും മുതഅല്ലിമീങ്ങൾക്ക് ഒരു വീട്ടിൽ 14 മുതഅല്ലിമീങ്ങൾ വരെ പോയ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. എത്ര വലിയ ഇൽമു ഉസ്താദ് പഠിപ്പിച്ചാലും, നിങ്ങൾ എത്ര വലിയ ആലിമീങ്ങളായാലും, നാഫിയായ ഇൽമു പഠിക്കുമ്പോൾ ഇവിടുത്തെ ഉമ്മമാർ, അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഇവിടുത്തെ കാരണവന്മാർ, ഒരിക്കലും അവരുടെ അധ്വാനങ്ങൾ വെറുതെയാവുകയില്ല. നാളെ മഹ്ശറയിൽ എത്തുമ്പോൾ അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും വലിയ ശഫാഅത്തിന് അല്ലാഹു തആല അധികാരം നൽകുമ്പോൾ ഇൽമിന്റെ ഖാദിമീങ്ങൾക്ക് തീർച്ചയായും സ്വർഗ്ഗത്തിലേക്ക് മുഅ്മിനീങ്ങൾ കൊണ്ടുപോകാനുള്ള അധികാരം ഉണ്ടാകും. ഒരിക്കലും ഈ നാട്ടുകാർ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഭക്ഷണം കൊടുത്ത ഇവിടുത്തെ ഉമ്മമാർ, ഇവിടുത്തെ നാട്ടുകാർ ഒരിക്കലും വെറുതെയാവുകയില്ല. ആ മുതഅല്ലിമാരെ സ്വർഗ്ഗത്തിലേക്ക് കടക്കണമെങ്കിൽ അല്ലാഹുവിനോട് പറയും, എനിക്ക് പഠിപ്പിച്ച ഈ ഉസ്താദ്, ആ ഉസ്താദ് എനിക്ക് ഭക്ഷണം കൊടുത്തവർ, അവർക്ക് ഈ നാട്ടുകാരായ ഭക്ഷണം കൊടുത്ത ഉമ്മമാർ, അവർ നരകത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്ന് അല്ലാഹുവിനോട് പറയാൻ മാത്രം കഴിവ് അല്ലാഹു തആല ഇൽമിന്റെ ഖാദിമീങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ബദരിയ ജുമാ മസ്ജിദിന്റെ ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളും അവിടുത്തെ ഖാദിമീങ്ങളും അവരോട് സഹകരിക്കുന്ന മുഅ്മിനീങ്ങളും പരസ്പരത്തുള്ള ആളുകളും ഇപ്പോൾ ഇവിടെ അതിഥിയായി വന്ന ആൾക്കാരും അങ്ങനെ ഇവിടെയും നാട്ടിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ ഇതിന്റെ ഖാദിമീങ്ങളായ പലരുമുണ്ട്. ഈ ഉക്കുട ജമാഅത്തിൽപ്പെട്ട ഹക്കീം എന്ന് പറയുന്ന ഒരു മഹൽ വ്യക്തിത്വം ബാംഗ്ലൂരിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഏത് ആളുകൾ വന്നാലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. വലിയ ധർമ്മിഷ്ഠനാണ്, ഈ നാട്ടുകാരനാണ്. അദ്ദേഹം എന്നും ദർസിനെ പറ്റി ചോദിക്കും, എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നോട് ചോദിക്കാറുണ്ട്. അദ്ദേഹം എപ്പോഴും അഭിമാനത്തോടെ എന്നെ അദ്ദേഹം അവിടുത്തെ ബാംഗ്ലൂരിലെ മർക്കസിലെ മുദരിസന്മാരോട് പറയും, എനിക്ക് ഹാരിസ് മദിനെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ എൻ്റെ നാട്ടിലെ മുദരിസിന്റെ ജ്യേഷ്ഠനാ നിലക്ക് നമുക്കും ഒരു അഡ്രസ് അദ്ദേഹം ഉണ്ടാക്കി തരികയാണ്. അതെല്ലാം നമുക്ക് ആഖിറത്തിൽ വിജയിക്കാനുള്ള നിധാനമാകണം. അല്ലാഹുവേ, നമ്മുടെ എല്ലാ ഖിദ്മത്തുകളും അത് ലോകമാനത്തിനാകാതെ, ദുനിയാവിന്റെ ലാഭങ്ങൾക്കാകാതെ ആഖിറത്തിൽ വലിയ